സ്നേഹം രണ്ടു തരത്തിലുണ്ട്. ഉപരിതല സ്നേഹവും അന്തർതല സ്നേഹവും. ഈ രണ്ടു തര സ്നേഹത്തെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഉപരിതല സ്നേഹം നമ്മുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ്. മാധ്യമങ്ങളിലൂടെയൊക്കെ വളർത്തിയെടുക്കുന്ന സ്നേഹത്തെ ആ ഗണത്തിൽപ്പെടുത്തുവാനേ സാധിക്കുകയുള്ളൂ. അത് ജലവും വാതകവും തമ്മിലുള്ള ബന്ധമേ കാണുകയുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനെ ലയിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഉള്ളിലെ ഭ്രമം നഷ്ടമാകുമ്പോൾ ആ സ്നേഹം ഇല്ലാതാകും. അത് നമ്മൾ സ്വന്തം നാട്ടിലുള്ളവരോടായാലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതെല്ലാം യഥാർത്ഥ സ്നേഹമായിക്കൊള്ളണമെന്നില്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചേർന്നു പോകണമെന്ന് കരുതി സ്നേഹം ഭാവിക്കുന്നു. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ കണിക പോലും ഉണ്ടാകില്ല. എന്നിട്ടും നമ്മൾ ആ സ്നേഹത്തെ അകൃഷ്ടരാകാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ അറിയാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ട്. അത് കടലിലെ ഉപ്പ് പോലെയാണ്. ആ സ്നേഹത്തിൻ്റെ വില നമ്മൾ അറിയുകയില്ല. അത് നഷ്ടമാകുമ്പോൾ മാത്രമേ അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. മാതാപിതാക്കൾ നൽകുന്ന സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, മക്കൾക്കു നൽകുന്ന സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അടുത്ത സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, ഇവയെല്ലാം കൃത്രിമമില്ലാത്ത സ്നേഹമാണ്. ഇവയെ ഒരു അളവുകോൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത്. കടമകളിലൂടെയാണ് ഈ സ്നേഹങ്ങൾ പ്രകടമാക്കുന്നത്. മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മക്കളോട് തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റി സ്നേഹം പ്രകടിപ്പിക്കുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നതും കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ്. എന്തിനും ഏതിനും സമീപിക്കാവുന്നത് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അരികിലാണ്. അതിലെല്ലാം അഭേദ്യമായ ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അവിടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് സ്ഥാനമില്ല. അതൊരു സമർപ്പണമാണ്. ഭാര്യ എന്തു ചെയ്തു, ഭർത്താവ് എന്തു ചെയ്തു എന്ന ചോദ്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾ താങ്ങാവുന്നതാണ് അവിടെയുള്ള സ്നേഹം. ഭർത്താവിന് വേണ്ടി ഭാര്യ പലതും ത്യജിക്കേണ്ടി വരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പലതും ത്യജിക്കേണ്ടി വരുന്നു. അവിടെ കണക്കു പറയലുകളില്ല. കൃത്രിമമായ സ്നേഹപ്രകടനം ആഗ്രഹിക്കുമ്പോഴാണ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. ആ സ്നേഹം അനുഭവിച്ചറിയേണ്ടതാണ്. അത് സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്ന് മാത്രമാണ്.